അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് 3-ാം ക്ലാസ്സിലെ ഫിഖ് ചാപ്റ്റർ 8 ആണ് പഠിക്കുന്നത്. വിസർജന മര്യാദകൾ. എല്ലാവരും റിവിഷൻ ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം തുറന്നു വെച്ച് കേൾക്കേണ്ടതാണ്. ആദ്യം നമുക്ക് പാഠം വായിച്ച് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. പാഠത്തിന്റെ ടൈറ്റില് വിസർജന മര്യാദകൾ. വിസർജന മര്യാദകൾ എന്ന് പറയുമ്പോൾ മൂത്രിക്കുമ്പോഴും കാഷ്ടിക്കുമ്പോഴും ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ചെല്ലേണ്ട ദിക്റുകള്, ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒന്നാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. മിക്ക ജീവികളും മലമൂത്ര വിസർജനം നടത്താറുണ്ട്. മനുഷ്യരായ നമുക്ക് മലമൂത്ര വിസർജനത്തിന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചില അദബുകൾ പാലിക്കേണ്ടതുണ്ട്. അവയിൽ ചിലത് നമുക്ക് പഠിക്കാം. ഇനി ഇവിടെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകളാണ്. 1. ഖുർആൻ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക. ദേഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന്. ഖുർആന്, ദിക്ർ തുടങ്ങിയവ എഴുതിയ പേപ്പറുകളോ കീശയിലോ മറ്റോ ശരീരത്തിലോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാഠപുസ്തകം, മദ്രസ കിതാബുകൾ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റരുത്. അതുപോലെ തന്നെ ഖുർആൻ എഴുതിയ പേപ്പർ, നബിയുടെയും സഹാബാക്കളുടെ പേരുകൾ എഴുതിയ പേപ്പറുകൾ നമ്മുടെ കീശയിലുണ്ടെങ്കിൽ അതുമായിട്ട് ബാത്റൂമിൽ പോകരുത്. പാദരക്ഷ ധരിക്കുക എന്ന് പറഞ്ഞാൽ ചെരുപ്പോ അല്ലെങ്കിൽ ഷൂ പോലെയുള്ളത് കാലിൽ ധരിച്ചിരിക്കണം. 3. തല മറക്കുക. തലയിൽ തൊപ്പിയോ തോർത്തുമുണ്ടോ അല്ലെങ്കിൽ തട്ടമോ എന്തെങ്കിലും തല മറക്കാൻ ഉപയോഗിക്കുന്ന ഏത് വസ്തു കൊണ്ട് തല മറച്ചിരിക്കണം. അടുത്തത് വിസർജന സ്ഥലത്തേക്ക് ഇടത് കാല് വെച്ച് പ്രവേശിക്കാം. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തെ കാല് വെച്ചിട്ട് ആദ്യം ഇടത്തെ കാല് വെച്ച് കയറാം. പ്രവേശിക്കും മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലുക. ഈ ദിക്ർ എല്ലാവരും കാണാതെ പഠിക്കണം. ബാത്റൂമിൽ കയറുന്നതിന് മുമ്പ് പുറത്തു നിന്ന് ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് കയറേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹുമ്മന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നുള്ള ദിക്ർ ചൊല്ലി കയറാം. വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക. വിസർജന സമയത്ത് ബാത്റൂമിൽ വെച്ചിട്ട് പാട്ട് പാടുക, സംസാരം എന്നിവ ചെയ്യാൻ പാടില്ല. കാരണമില്ലാതെ നിന്നും മൂത്രിക്കാതിരിക്കുക. ഇരുന്നു കൊണ്ട് തന്നെ മൂത്രിക്കണം. ഇരിക്കാൻ പറ്റാത്ത, മുട്ട് വളയാത്ത അസുഖമുള്ള ആളുകൾക്ക് നിന്ന് മൂത്രിക്കുന്നതിന് പ്രശ്നം ഇല്ല. അതല്ലേ പാന്റ് ധരിച്ച് ഇരുന്ന് മൂത്രിക്കാൻ പ്രയാസമാണ് ഘട്ടത്തില് നിന്ന് മൂത്രിക്കാം. അതാണ് കാരണമില്ലാതെ എന്ന് പറഞ്ഞു. വലത് കാൽ വെച്ച് പുറത്തിറങ്ങുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വലത് കാൽ വെച്ച് ഇറങ്ങേണ്ടതാണ്. പുറത്തിറങ്ങിയ ശേഷം ഉഫ്രാനുക്കൽ അൽഹംദുലില്ലാഹില്ലദി അസാബനിയൽ അസാ വാഫാനി എന്ന് ചൊല്ലണം. മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. മറയില്ലാതെ കിബിലയുടെ മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും വിസർജനം ചെയ്യാൻ പാടില്ല. മറയുണ്ടെങ്കിൽ പ്രശ്നമില്ല. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാൽ ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന സ്ഥലത്തിലൂടെ മൂത്രം കാഷ്ടമല്ലാത്ത വേറെ ഏതെങ്കിലും നനവുള്ള മലിനമായ വസ്തു പുറത്തേക്ക് വന്നാൽ, അതുപോലെ വിര, അതുപോലെ വേറെന്തെങ്കിലും സാധനം പുറത്തേക്ക് വന്നാല് മൂത്രിക്കല് കാഷ്ടിക്കുന്നതിന് ശേഷം ചെയ്യുന്ന പോലെ അവിടെ ആ ഭാഗം ശുദ്ധിയാക്കല് നിർബന്ധമാണ്. ഇനി ബാത്റൂമിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ, ബാത്റൂമിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അതിന്റെ അർത്ഥം, അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവെ തീർച്ചയായും ആൺപിശാചുക്കളിൽ നിന്നും
പെൺപിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ഇനി പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്ർ ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി അദാബ അന്നിയൽ അദാ വാഫാനി. അതിന്റെ അർത്ഥം നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, എന്നെ തൊട്ട് ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുകയും എനിക്ക് സുഖം നൽകുകയും ചെയ്ത അള്ളാഹുവിന്റെ സർവസ്തുതിയും. ഈ ബാത്റൂമിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, അതിന്റെ അർത്ഥം എല്ലാവരും കാണാതെ പഠിക്കാം. പിന്നെ മലമൂത്ര വിസർജന മര്യാദകള് 4-5 നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി മനപ്പാഠം ചൊല്ലാം. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കും മുമ്പ് ചെല്ലേണ്ട ദിക്ർ, അത് കാണാൻ പഠിക്കാം. ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നാൽ ചെല്ലേണ്ട ദിക്ർ, ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നാൽ ചെല്ലേണ്ട ദിക്ർ ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി അദാബ അന്നിയൽ അദാ വാഫാനി. ഇനി ശരി തെറ്റ് അടയാളപ്പെടുത്താം. മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കൽ തെറ്റാണ്. മൂത്രപ്പുരയിലേക്ക് ഇടത് കാൽ വെച്ച് കയറൽ ശരിയാണ്. കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ തെറ്റാണ്. മൂത്രപ്പുരയിൽ നിന്ന് ഇടത് കാൽ വെച്ച് ഇറങ്ങൽ തെറ്റാണ്. എണ്ണി പറയാം. വിസർജന മര്യാദകൾ ഓരോന്ന് എണ്ണി പറയാം. ഖുർആന് ദിക്ർ പോലെ ആദരിക്കപ്പെടുന്ന വിധേയത്തിൽ നിന്ന് ഒഴിവാക്കുക. പാദരക്ഷ ധരിക്കുക. തല മറക്കുക. വിസർജന സ്ഥലത്തേക്ക് ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക. വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക. കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക. വലത് കാൽ വെച്ച് പുറത്തിറങ്ങുക. ഇങ്ങനെ ഇതില് ഒരുപാട് കാര്യങ്ങളെ മര്യാദ പറഞ്ഞു. 4-5 കുട്ടികളെ സിമ്പിളായിട്ട് 4-5 പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. നന്നായിട്ട് പഠിക്കുക. പാഠപുസ്തകം വായിക്കണം. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.